സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്ന് വീണ്ടും മന്ത്രിമാർ ഗവർണറെ കാണും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു എന്നിവരാണ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. സമവായത്തിലൂടെ സ്ഥിരം VC നിയമനം നടത്തണമെന്നായിരുന്നു സുപ്രീംകോടതി നിർദ്ദേശം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്നിപ്പോൾ ഗവർണറും മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. സുപ്രീംകോടതി നിർദ്ദേശം ഏത് രീതിയിലാണെന്ന് ചർച്ചയാവുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് ഇന്ന് ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറെടുക്കുകയാണ്. സർക്കാർ പ്രതിനിധികളായി 2 മന്ത്രിമാരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, നിയമമന്ത്രി പി രാജീവ് എന്നിവരാണ് ഗവർണറെ സർക്കാർ പ്രതിനിധികളായി ചർച്ചയ്ക്ക് പോകുന്നത്. ഇന്ന് രാവിലെ 10:30 ചർച്ച നടത്തുമെന്നാണ് നിലവിൽ ഇതുവരെ അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ സമയമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാനുമാഷിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപക്ഷെ സമയമാറ്റത്തിന് സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുവരെ അറിയുന്നത് രാവിലെ 10:30 ചർച്ച നടക്കുമെന്നാണ്. സംസ്ഥാനത്തെ 13 സർവകലാശാലകളിലും ഇപ്പോൾ സ്ഥിരം VC ഇല്ല. സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട് സർവകലാശാല നിയമ ഭേദഗതി നിയമം ഇതുവരെ നിയമസഭ പാസ്സാക്കിയെങ്കിലും അതിൽ ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ സർക്കാരിന് ചില എതിർപ്പുകളുണ്ട്. അതിൽ സർക്കാർ പ്രതിനിധി, UGC പ്രതിനിധി, ഒപ്പം ഗവർണറുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഈ സെർച്ച് കമ്മിറ്റി. അതിൽ 5 പേരായി ഈ സെർച്ച് കമ്മിറ്റി ഉയർത്തണമെന്നുള്ള ആവശ്യമാണ് സർവകലാശാല നിയമ ഭേദഗതി ബില്ലിലൂടെ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യം. ഇത് ഒരുപക്ഷെ ഇതായിരിക്കും പ്രധാനമായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. ഒപ്പം ഈ അക്കാദമിഷ്യന്മാരെ മാത്രമായി VC ആയി പരിഗണിക്കുക, രാഷ്ട്രീയം നോക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി സർക്കാരിൻ്റെ ആവശ്യമായി മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് സർക്കാർ ഒരു നിർണായകമായ നീക്കത്തിലേക്ക് കടക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സിസ തോമസിനെയും ശിവപ്രസാദിനെയും വീണ്ടും രാജ്ഭവൻ നിയമിച്ചിരുന്നു. ഇതിനെതിരെ സർക്കാരിന് എതിർപ്പുണ്ട്. ഈ എതിർപ്പ് ഇന്നത്തെ യോഗത്തിൽ അറിയിക്കാനും സാധ്യതയുണ്ട്. അതേസമയം ഈ എതിർപ്പ് അറിയിക്കുക മാത്രമല്ല, അതിനെതിരെ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള ആലോചനയുമുണ്ട്. എന്തായാലും എല്ലാം ഇന്നത്തെ ചർച്ചയിൽ എങ്ങനെയാണോ ഗവർണർ ഒരു പോസിറ്റീവ് സമീപനം ഉണ്ടാവുക അതിനനുസരിച്ചായിരിക്കും തുടർ നീക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ക്രിസ്റ്റീന, പക്ഷേ ഈ സ്ഥിരം VC നിയമനം, താൽക്കാലിക VC നിയമനം, ഇതിൽ ചില കാര്യങ്ങളിൽ കോടതി നിർദ്ദേശമുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഉപരിയായി ചില പ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. അതായത് സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പടലപ്പിണക്കം. അപ്പോൾ ഈ ആത്യന്തികമായ ചില പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാതെ ഗവർണർ സർക്കാർ പോരിനൊരു അറുതി ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് താൽക്കാലികമായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നതിലുപരിയായി ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യതയോ അതിനുള്ള ചർച്ചകൾക്കുള്ളൊരു തുടക്കമോ ഇന്നുണ്ടാകുമോ? എന്തായാലും ഈ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഈ താൽക്കാലിക VC സംവിധാനം മാറ്റേണ്ടി വരും. അതുതന്നെയാണ് നിലവിലുള്ള ഒരു പോംവഴി. അതുകൊണ്ട് തന്നെയാണ് സർക്കാരും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്ഥിരം VC നിയമനം എന്നുള്ള ആവശ്യത്തിലേക്ക് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം സർക്കാർ രാജ്ഭവനെ അറിയിക്കും. സ്വാഭാവികമായി രാജ്ഭവനും അതിലൊരു പോസിറ്റീവ് അഭിപ്രായമാണ്. ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ ഒരുപക്ഷെ മുൻ നിലപാട് തുടർന്നാലും ഈ അക്കാദമീഷ്യനെ മാത്രമായി VC ആയി പരിഗണിക്കുക, അത്തരത്തിൽ അക്കാദമിക് താല്പര്യം, അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ പാടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് രാജ്ഭവനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ സർക്കാരിന് ഒരിക്കലും താല്പര്യമില്ലാത്ത 2 VCമാരെ ഹൈക്കോടതി വിധിയും സുപ്രീം കോടതി വിധിയിലെ നിർദ്ദേശങ്ങളും മറികടന്നുകൊണ്ട് രാജ്ഭവൻ നിയമിച്ചത്, അതിൽ സർക്കാരിന് കടുത്ത എതിർപ്പുണ്ട്. ഈ കടുത്ത എതിർപ്പ് അറിയിക്കുകയാണെങ്കിൽ അതിൽ രാജ്ഭവൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. നേരത്തെ തന്നെ ഈ 2 നിയമനവുമായി ബന്ധപ്പെട്ട് നിയമനം റദ്ദാക്കണം, നിയമനം നിയമപരമല്ല എന്ന് കാണിച്ച മുഖ്യമന്ത്രി 2ാമത്തെ ഒരു കത്തും രാജ്ഭവൻ അയച്ചിരുന്നു. ആ കത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യവും ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. കേരള സർവകലാശാലയിലെ വിഷയം മറ്റൊന്ന് തന്നെയാണ്. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ താൽക്കാലിക VC പോര് അത് രൂക്ഷമായി തുടരുന്നു. കഴിഞ്ഞ ദിവസമാണ് രജിസ്ട്രാറുടെ നിർദ്ദേശം, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശത്തെ തുടർന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ ഈ പോലീസിൽ പരാതി നൽകിയത്. അതുകൂടാതെ മിനി കാപ്പൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയും പോലീസിൽ പരാതി നൽകിയിരുന്നു. സർവകലാശാലയ്ക്ക് അകത്തുണ്ടായിരുന്ന തർക്കം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറുന്ന നിലയിലേക്ക് വരെ ഈ കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി മാറിയിട്ടുണ്ട്. അത് പ്രത്യേകം തന്നെ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ടി വരും. എന്തായാലും ഇതിനെല്ലാം ആത്യന്തികമായ ഒരു പരിഹാരം കാണണമെങ്കിൽ അത് സ്വാഭാവികമായി സ്ഥിരം VC വരുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാരും കരുതുന്നത്. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.